ഹായ് ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്നത്തെ രാവിലെ തന്നെ നല്ല 2 ട്രേഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ രാവിലെ തന്നെ നമ്മുടെ ട്രേഡിങ് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. സ്കാൽപ്പിംഗ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. സ്കാൽപ്പിംഗ് ആണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡും എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സ്കാൽപ്പിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചാർട്ട് ഇപ്പോൾ കാണാൻ പറ്റും. ഈ ചാർട്ടിനുള്ളിൽ നമ്മൾ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ് ടച്ചിൽ തന്നെ ആയിരുന്നു. ആ നെഗറ്റീവ് ടച്ചിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ താഴേക്ക് ആണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു ഇന്നലത്തെ 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ ലോ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്നിട്ട് തിരിച്ച് കയറാൻ പറ്റാത്ത 53,500 എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റിന് കയറാൻ സാധിക്കുന്നില്ല എന്ന് ഓൾമോസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ 15 മിനിറ്റ് ക്യാൻഡിൽ ഷോർട്ട് ചെയ്തു. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് അതിൻ്റെ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ലോ എന്ന് പറയുന്നത് SL കീപ്പ് ചെയ്തിട്ട് ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ഈ ഒരു ഏരിയ ബെയറിഷ് സൈഡിലേക്ക് നമ്മൾ അവിടുത്തെ ആദ്യത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ട്രേഡ് ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ചെയ്ത് തന്നു. ഓൾമോസ്റ്റ് അത് നമ്മുടെ പ്രീമിയത്തിലേക്ക് നോക്കിയാലും ഇപ്പോൾ സൈഡിലെ ഒരു പ്രീമിയത്തിൽ ഗ്യാപ്പ് അപ്പിലേക്ക് ഓപ്പൺ ചെയ്തു. എന്നിട്ട് മാർക്കറ്റിൽ അതിലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഡിമാൻഡിൻ്റെ കൂടെ നമ്മൾ ട്രേഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓപ്പണിംഗ് റേഞ്ചിലും നമ്മുടെ പ്രീമിയത്തിന് ഉള്ളിലും ഇതൊരു ഒരിക്കലും പ്രീമിയത്തിനകത്ത് ORB ശ്രമിക്കരുത്. ബിക്കോസ് എക്സ്പയറിയിലൊക്കെ വളരെ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ ഇന്നത്തെ സിറ്റുവേഷൻ അവിടെ പറഞ്ഞു തന്നാണ്. എക്സ്പയറി കുറച്ച് ദൂരെയാണ്. സോ ദാറ്റ് ഇത് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റിൽ ആ ഒരു ബൈയിങ് പ്രഷർ ആ പ്രീമിയത്തിൻ്റെ മേളിൽ കാണുന്ന സമയത്ത് അതേ സംഭവം നമുക്ക് ഇവിടെ 3 ക്യാൻഡിൽ പാറ്റേൺ, നമ്മളിപ്പോൾ ക്യാൻഡിൽ പാറ്റേൺസ് പഠിക്കുന്ന സമയത്ത് 3 ക്യാൻഡിൽ പാറ്റേൺസ് അവിടെ വരാറുണ്ട്. ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് എന്ന് പറയുന്നതാണ്. ആ ക്യാൻഡിലിൽ അവിടെ ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്ന സമയത്ത് നമ്മൾ ആ ട്രെൻഡിനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. വളരെ സോളിഡായിട്ടുള്ളൊരു മൂവ്, വളരെ കുഞ്ഞ് SL, ഒരു മാനിപ്പുലേഷനും ഇല്ലാണ്ട് മാർക്കറ്റ് ഈസി ആയിട്ട് നമുക്കതിനകത്ത് നല്ലൊരു ട്രേഡ് തന്നു. അതിനുശേഷം മാർക്കറ്റ് വീഴുന്നതിന് ശേഷം നോക്കിയാൽ വീഴുന്ന സ്ഥലത്ത് നിന്ന് നമ്മളപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് സോൺ റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുന്ന സമയം 240, 53, 240 to 280 എന്നുള്ളൊരു ബാൻഡിനുള്ളിലാണ്. ആ ബാൻഡിനുള്ളിൽ കൃത്യമായിട്ടും 53, 280 വരെ 86 വരെ പോയിട്ട് അത് അവിടെ നിന്നിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ ആ ഒരു സെക്കൻഡ് റീടെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റീ എൻട്രി ആയിരുന്നു. ആ റീ എൻട്രിയിൽ മാർക്കറ്റ് അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള 53,100 to 53,000 ഓർ 52,960 ആണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് പറഞ്ഞത്. 60 ഓൾമോസ്റ്റ് 50 ഐ തിങ്ക് 52,950 വരെ പോയിട്ടുണ്ടായിരുന്നു. ഒരു 10 പോയിൻറ്റ് എക്സ്ട്രാ പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ പോയിട്ട് മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ വളരെ ഈസി ആയിട്ടുള്ള വളരെ ട്രേഡിങ് ഈസിയാണെന്നല്ല പറഞ്ഞത്, വളരെ ഈസി ആയിട്ടുള്ള ചാർട്ട് മൂവ്സാണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത്. മാർക്കറ്റിൽ ഒരു ബിഗിനറായിട്ടുള്ള ഒരു ട്രേഡറിന് പോലും കിട്ടാവുന്നുള്ള ഒരു സേഫറായിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു. സോ ഗ്രൂപ്പിൽ എല്ലാവരും നല്ല ഹാപ്പിയാണ്. നല്ലൊരു ട്രേഡ് കിട്ടിയ ഒരു സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ മാർക്കറ്റാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഏതൊരു ബിഗിനറിനോട് പറയാനുള്ളത്. മാർക്കറ്റ് ചില സമയത്ത് ഇതുപോലെ ബിഹേവ് ചെയ്യും. നല്ല മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. സോ ആ മാർക്കറ്റിനെ ആയിരിക്കണം നമ്മൾ ക്യാച്ച് ചെയ്യുക എന്നുള്ളത്. ഒരു ബിഗിനർ അല്ലാത്തൊരു മാർക്കറ്റിൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ പോകരുത്. സോ ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലൈ ഡിമാൻഡ് സോണ് നോക്കി മാർക്കറ്റ് റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു മാർക്കറ്റിൽ വീഴുന്നതിൻ്റെ ഒരു മീൻ റിവേർഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചിന്തിക്കാം. മാർക്കറ്റ് ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് ഇനി അടുത്ത് എന്താണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മാർക്കറ്റ് ഡിസൈഡ് ചെയ്തോട്ടെ. സോ മാർക്കറ്റിൽ ഒരു ആദ്യത്തെ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് ORB സ്ട്രാറ്റജി, അതിനുശേഷം മാർക്കറ്റ് കയറിയ പേസിൻ്റെ ഒരു റീടെസ്റ്റ് മെത്തേഡാണ് രണ്ടാമത് നടന്നത്. സോ 2 മെത്തേഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇന്നത്തെ 2 ട്രേഡും എന്ന് പറയുന്നത്. സോ ട്രേഡ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. തിരിച്ച് സൈഡിലത്തേക്ക് എൻട്രി എടുത്തിട്ടില്ല. മാർക്കറ്റ് 53,000 മേളിൽ സോൾഡ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ഈ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്.
കഴിഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് റിക്കവറി ഫേസിലേക്ക് പോകുന്നൊരു മെത്തേഡാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ അനാലിസിസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല ട്രേഡ്സ് കിട്ടുകയും അതിൽ ലാഭം കിട്ടട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഇതുപോലുള്ള ട്രേഡിംഗ് ഐഡിയാസ് മാർക്കറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ഓർ മാർക്കറ്റിന് മുന്നേ ഉള്ള നല്ല അനാലിസിസുകൾ അവിടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ അത് നിങ്ങൾക്കും നിങ്ങളുടെ ട്രേഡിങ്ങിന് ഉപകാരപ്പെട്ടിട്ട്. സോ ഇതുമാത്രമല്ല, നമ്മൾ ഇൻവെസ്റ്റിംഗ് നല്ല സ്റ്റോക്സിൽ എൻട്രീസും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളുടേതായ പേഴ്സണൽ അനാലിസിസ് അവിടെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇതൊരു എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. സോ വേറൊന്നുമില്ല, മാർക്കറ്റിൻ്റെ നല്ലൊരു അനാലിസിസ് പറഞ്ഞു തന്നു. സോ ഒരു സിമ്പിളായിട്ട് നിങ്ങളത് പഠിച്ച് മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ട്രേഡ് സേഫ്, ടേക്ക് കെയർ. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.